ഇമാം മാലിക് തങ്ങളെ കുറിച്ച് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടരുകയാണ്. ഇതൊരു പരമ്പരയാണ്. സയ്യിദ് അവറുകൾ പഠിച്ച ചരിത്രത്തിന്റെ ഒരു വലിയ അവതരണം കേൾക്കട്ടെ. ആ മാലിക് ഇമാമിനെ കുറിച്ച് പറയുന്ന ഭാഗം ലോകത്തെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. അദ്ദേഹവും മുഅത്ത പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ വിരചിച്ച ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ചുരുക്കി പറഞ്ഞാൽ കേവലം തസവുഫിന്റെ ജ്ഞാനം ഇല്ലാതെ ഫിഖ്ഹിന്റെ ഹുക്മുകൾ മാത്രം അറിയുന്നവർക്ക് അത് പോരാ എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെ ഫിഖ്ഹിന്റെ ഹുക്മുകൾ അറിയാതെ തസവുഫിന്റെ ജ്ഞാനം മാത്രമുള്ളവർ അതും പോരാ എന്നുള്ളതാണ്. അപ്പോ ഫഖീഹായിരിക്കണം, അതോടൊപ്പം തന്നെ സൂഫിയുമായിരിക്കണം എന്നുള്ള ദർശനങ്ങളാണ് ആ പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ നമുക്ക് നൽകിയത്. അതൊരു വലിയ സത്യമാണ് പറയുന്നത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന, മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഇമാം മുല്ല അലിയുൽ ഖാരി തങ്ങളുടെ മിർഖാത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ അഹ്മദ് സറൂഖ് തങ്ങളുടെ ഖവാഇദുത് തസവ്വുഫ് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ഇബ്നു അജീബ് തങ്ങളുടെ ഇഖാലുൽ ഹിമമിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സാർവത്രികമായി ഇമാം മാലിക് തങ്ങളുടെ കലാമായി ഉദ്ധരിക്കപ്പെടുന്നതാണ്. ചില മുജാഹിദ് വലിയ ചർച്ചയായി വാക്കുകൾ, ഏതോ ചില ജമാഅത്തുകാരോ മുജാഹിദുകാരോ ഒക്കെ ഇത് ഏടള്ളു എന്ന് ചോദിച്ച് നടക്കുന്നുണ്ട്. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ പറഞ്ഞ വാചകം ഇമാം മാലിക് തങ്ങളുടേതായി തെളിയിക്കാൻ സാവിയത്തു സൂഫിയ ഒരുക്കമാണ് എന്ന് സാന്ദർഭികമായി അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദ് അവറുകൾ പറഞ്ഞത് ആധികാരിക കലാമാണ്, ഒരു സംശയവും അതല്ല. നമ്മളെ പഴയ സംഘടനക്കാർക്ക് ഇതെന്ത് പറ്റി? അവർക്കും സംശയം. മാലിക് ഇമാം അങ്ങനെയൊക്കെ പറഞ്ഞു. എന്താ അതിൽ പറഞ്ഞ ഗൗരവം നിങ്ങൾ കേട്ടോ? മൻ തഫഖഹ, ഒരാൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, ഫിഖ്ഹിന്റെ കിതാബുകൾ പഠിച്ചു. വലം യതസവ്വഫ്, തസവ്വുഫ് ഉൾക്കൊണ്ടില്ല. തസവ്വുഫ് പഠിക്കാന്നല്ല, തസവ്വുഫ് ഇങ്ങനെ പഠിക്കാൻ കഴിയില്ല. അതൊരു മശായിഖിന്റെ സമീപത്ത് ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? മശായിഖിന്റെ കൂടെ കൂടി ഉൾക്കൊള്ളേണ്ട സംഭവമാണ് തസവ്വുഫ്. അങ്ങനെ ഒരാൾ മശായിഖിന്റെ കൂടെ കൂടി തസവ്വുഫിനെ ഉൾക്കൊണ്ടില്ല എങ്കിൽ ഫഖദ് തഫസ്സഖ, അവൻ ഫാസിഖാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് സാധാരണ നമ്മൾ പറയില്ലേ, കള്ളും കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ച് ഫാസിഖ് എന്ന് പറയും. എന്നാ അതിലും വലിയ ഫാസിഖാണ് ആര്? ഫിഖ്ഹിന്റെ കിതാബ് ഓതിയിട്ട് സൂഫി മശായിഖന്മാരെ സമീപത്ത് വരാത്തവൻ. അതാണ് അതിന്റെ ആദ്യത്തെ വാക്ക്. ഇനി സൂഫിയാണെന്ന് പറയുന്ന ഒരാള് അവർക്ക് വിവരമില്ലെങ്കിലോ അതും പ്രശ്നമാണ്. ഫഖദ് തസന്തഖ, അത് കപടതയാണ്. സൂഫി മശായിഖന്മാരായി അറിയപ്പെട്ടവർക്കൊക്കെ എല്ലാ ഇൽമുകളും നൽകപ്പെടും. അതിന്റെ അർത്ഥം അവർ ദർസിൽ വന്ന് പഠിക്കാന്നല്ല, അതിലപ്പുറമുള്ള പഠനം ഒരു ദർസിലും പോകാതെ തന്നെ അവർക്ക് നൽകപ്പെടുന്നുണ്ട്. ഇമാം ഷഹറാനി തങ്ങൾ ശൈഖാക്കിയത് അലിയുൽ ഖവാസ് തങ്ങളെയാണ്. ഒരു ദർസിലും പോയിട്ടില്ല, എന്നാ അവർക്കറിയാത്തൊരു ഇൽമുല്ല. അള്ളാഹ് നേരെ പഠിപ്പിച്ചു പോട്ടെ. മുത്തു റസൂലൻ അങ്ങനെയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മിയായ നബിയല്ലേ. അപ്പൊ ഫിഖ്ഹും തസവ്വുഫും രണ്ടും കൂടി ഒരുമിച്ച് കൂടിയവരാണ് സൂഫിയാക്കൾ. അവരാണ് ഫഖദ് തഹഖഖ, ഹഖായിഖുള്ള അല്ലാഹുവിൽ നിന്ന് തന്നെ സംസാരിക്കുന്ന മഹാരഥന്മാർ. ഇത് എല്ലാ ആലിമീങ്ങളും പഠിക്കേണ്ടതാണ്. ഇത് ഏടുന്ന് ഇങ്ങനെ പലരും ഇസ്കാലാക്കണ്ട. അന്നത്തെ തൃശൂർ സമ്മേളനത്തിൽ ഈ വാക്ക് അദ്ദേഹവും പറയുന്നുണ്ട്. ഇത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എവിടുന്ന് എടുത്തുകൊണ്ടൊന്നുമല്ല, അതെല്ലാവർക്കും പറയാലോ. ഒരുത്തൻ ഏതോ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അഹ്സനി എഴുതി കൊടുത്തതാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെ എത്തി ഇവര്? സയ്യിദ് അവറുകൾക്ക് ഞാൻ എഴുതി കൊടുക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? സയ്യിദ് അവറുകൾക്ക് ഇത് അറിയൂലേ? ഇത് ലോകം അംഗീകരിക്കുന്ന സത്യമല്ലേ? നീ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു എന്ന് വച്ചാ തന്നെ ചെറുതാലും വലുതാലും കയ്യിലുണ്ടോ? അതൊന്നുമില്ലല്ലോ. ഇൽമ് ആരിൽ നിന്നും സ്വീകരിക്കാലോ. പറയുന്നത് വസ്തുതയാണോ എന്നല്ലേ നോക്കേണ്ടതുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു ഗതികേട്, നമ്മൾ ഒന്നിനും പറ്റൂല നിങ്ങൾ പറയുമ്പോൾ ഇത് നിങ്ങൾ പറയാൻ പാടുണ്ടോ? ഒരു ചെറിയ ബോധങ്ങൾക്ക് വേണ്ടേ? തങ്ങളവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് വേറൊരു കാര്യം. തങ്ങളവർക്ക് അറിയേണ്ടതൊക്കെ തങ്ങൾക്ക് തന്നെ അറിയാം. ഇനി വേറെ ആളൊന്നും ചോദിച്ചത് കൊണ്ട് എല്ലാം പോയി എന്ന് വിശ്വസിക്കുന്നവരും അല്ല അവർ. അവരെങ്ങളെപ്പോലെയുള്ള ഈഗോ ഉള്ളവരൊന്നുമല്ല. അവരേത് സമയത്തും വളരെ വിനയത്തോടെ, ഞങ്ങളൊക്കെ ചെന്നപ്പോൾ മശായിഖുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശൈഖുനെ കുറിച്ചുള്ള നല്ല നല്ല പാട്ടുകൾ തങ്ങളവറുകൾ ഇരുന്ന് കേട്ടിട്ടുണ്ട്, അത് ആസ്വദിച്ചിട്ടുണ്ട്. അതാ രംഗത്ത് തങ്ങളവറുകളുടെ ഒരു പാരമ്പര്യം തങ്ങൾ നിലനിർത്തിയതാണ്. ഈ ഇപ്പൊ ഫാത്തിഹ നമ്മൾ ഓതുണ്ട്, ഇനി വേറെ ആൾ ഓതിയാൽ നമ്മൾ ഓതിയ ഫാത്തിഹ തന്നെയല്ലേ അത് ബലി പഠിപ്പിച്ചതാണ് എന്ന് പറയല. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവൂലേ? ഇപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർ സമ്മേളനത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങൾക്ക് പറഞ്ഞെന്ന് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വരേണ്ട സ്ഥലത്തുനിന്ന് വന്നപ്പോ അതേ മൻ തഫഖഹ വായിക്കുന്നുണ്ട് കേട്ടോളി. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസദ്ദഖ. ഒരാൾ തസവ്വുഫുകാരനായി, അയാൾക്ക് ഫിഖ് ഇല്ല, എന്നാൽ അയാൾ സിന്ദീഖാണ്. ومن تفقه ولم يتصوف فقد تفسق. ഒരാൾ ഫഖീഹായി, അയാൾക്ക് തസവ്വുഫ് ഇല്ല, എന്നാൽ അയാൾ ഫാസിഖായി. ومن جمع بينهما فقد تحقق. തസവ്വുഫും ഫിഖ്ഹും രണ്ടും ഒരുമിച്ച് കൂട്ടിയാൽ അവൻ ശരിയായ മാർഗത്തിൽ എത്തി, അവൻ യഥാർത്ഥ വിഷയം കണ്ടെത്തിയവൻ ആകും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തസവ്വുഫ് എന്ന് പറയുന്നത്, തസവ്വുഫ് അത് വിശാലമായി പറയാം. തസവ്വുഫ് എന്നത് ഏത് പണ്ഡിതനും അനിവാര്യമാണ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഈ നഹ്വ് പഠിക്കുന്ന പോലെ പഠിക്കാൻ കഴിയുന്ന സംഭവമല്ല. അതിന് അതാണ് നേരത്തെ ഞാൻ കൽപ്പിച്ചത്. തസവ്വുഫ് ഉണ്ടാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് സൂഫി മശായിഖന്മാരെ സമീപിക്കലല്ലാതെ വഴിയില്ല. അത് പോകാത്തൊരു ഫഖീഹാണെങ്കിലും ഫാസിഖാണ്. മോളെ കെട്ടിച്ചു കൊടുക്കാൻ വരെ പറ്റൂല. വലാ വിലായത ലിഫാസിഖിൻ ഫത്ഹുൽ മുഈൻ. ഫാസിഖിന് വിലായത്തില്ല, മോളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയൂല എന്നാ പറയുന്നത്. സൂഫി മശായിഖന്മാരെ സമീപിക്കാതെ വെറും ഫിഖ്ഹുമായി കൂടുന്ന തനി ഫഖീഹ് ഉണ്ടല്ലോ, അവർക്ക് ആലോചിക്കേണ്ടതാണത്. കെട്ടുന്ന പുതിയാപ്പിളാരും ആലോചിക്കണം നിക്കാഹ് ശരിയാവോ. ഫത്ഹുൽ മുഈൻ അല്ലേ അത്. എവിടേക്കാണ് ഈ പോക്ക്? അതുകൊണ്ടാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് ഓർമ്മപ്പെടുത്തി. ആ വിഷയം പഠിക്കി. പ്രസംഗത്തിൽ ഒരു സംഭവം വായിക്കുമ്പോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, വായിക്കുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. അതിങ്ങനെ പരിഹസിക്കാം. തസവ്വുഫ് എന്നുള്ളോർത്ത് SSF എന്നൊക്കെ ആക്കി വിട്ടിന് ചിലവർ. എന്തൊക്കെ ലുൽമുകൾ. ഇപ്പൊ APA ബക്കർ മുസ്ലിയാർ വായിച്ചപ്പോ തന്നെയാണ് ഇതിനെ തെർത്തീവ് മാറിയത്. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു തുടങ്ങിയത് മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ എന്നാണ്. മൂപ്പര് വായിച്ചപ്പോൾ ആദ്യം വായിച്ചത് ഏതാ? മൻ തസവ്വഫ വലം യതഫഖഹ് എന്നാണ്. അപ്പൊ മാലിക് ഇമാം പറഞ്ഞ തല കുത്തനെയാണ് ഒരു വായിച്ചത്. അതുകൊണ്ട് ഇപ്പോ മൂപ്പരെ നമ്മൾ ആക്ഷേപിക്കുക. അതൊക്കെ ഒരു പ്രഭാഷണത്തിൽ വരുന്നൊരു സംഭവമാണ്. വലിയ വലിയ ദർസൊക്കെ നടത്തി മുശാവറ അങ്ങാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തൊക്കെ തെറ്റുകളോടെ വായിച്ചിട്ടുണ്ട്.
അപ്പൊ അതിങ്ങനെ വെറുതെ ചർച്ചയാക്കണ്ട. അതൊക്കെ ആർക്കും സംഭവിക്കാം. പ്രത്യേകിച്ച് സയ്യിദ് അവറുകൾ ഞാൻ എല്ലാ ഇബാറത്തും വായിക്കുന്ന ഒരു തെറ്റും വരാത്ത ആളാണെന്നൊന്നും നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അവർക്ക് ആവശ്യമായ ഇൽമുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വലിയ വലിയ അവകാശവാദം ഉന്നയിച്ച് വിവരമുള്ളവരാണെന്ന് പറയുന്നവരവസ്ഥ എന്താ? വല്ലാതെ പരിഹസിച്ചത് കൊണ്ട് വലിയ നേതാവ് വായിക്കുന്ന ഒരു ചെറിയ ഇബാറത്തിന്റെ കഷ്ണം നമുക്കൊന്ന് കേൾക്കാം. അതൊക്കെ നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണേ, ഞാൻ ഉദ്ദേശിച്ചതല്ല. ആവശ്യം ملائكتي علي من إراق دم نبي أدي على من على من أخرق دم على من أخرق دم نبي أو آذاه في عطرتي. അപ്പൊ അതൊക്കെ എല്ലാവർക്കും സംഭവിക്കും. ഒരു ചെറിയ ഇബാറത്ത് എത്രയോ വായിച്ച് പരിചയമുള്ള ആളുകൾ തന്നെ ഒരു പ്രഭാഷണത്തിൽ വായിക്കുമ്പോൾ അഹ്റക്കാന്നാണോ വായിക്കണ്ടി ഇഹ്റാഖ് എന്നാണോ, രണ്ടും കൂടി എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ ഒരു വിഷയം വരും. അപ്പൊ ഒന്ന് അഹ്റക്കാന്ന് വായിച്ചു നോക്കും, അപ്പൊ ഒന്ന് ഇഹ്റാഖ് എന്ന് പിന്നെ ഇങ്ങോട്ടെന്നെ വായിക്കും, പിന്നൊന്ന് അഹ്റക്ക. അതൊക്കെ സാധാരണയിൽ വരും. അതിലൊന്നും ആരും മുക്തമല്ല. ഇനി അതിലേക്കൊക്കെ കടന്ന് അതിന്റെ ഒരു ബഹ്റന്നെ നമുക്ക് എടുത്തുകൊണ്ടുവരാണ്ട് അതിലേക്കൊന്നും വെറുതെ ഞങ്ങളെ കൊണ്ടുപോകരുത്. വിഷയം പഠിക്കുക. ഫിഖ്ഹ് എന്നത് ആ സംഭവത്തിന്റെ കൂടെ തസവ്വുഫ് വേണം. ഇത് അടിത്തറയാണ്. ഇതാണ് മാലിക് ഇമാമിന്റെ അധ്യാപനം. കഴിഞ്ഞില്ല.